മെസ്സിക്കെതിരെ ഞങ്ങൾ ഇതുവരെ കളിച്ചിട്ടില്ലെന്നേ. മെസ്സി പറയുന്നതോ ഞാൻ ഇതുവരെ അവർക്കെതിരെ കളിച്ചിട്ടില്ലെന്നേ. അപ്പോ രണ്ട് രീതിയിലും പറയാം. ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു നെറ്റ്വർക്ക്. അങ്ങനെ 2026 ഫിഫ വേൾഡ് കപ്പിന്റെ രണ്ടാം സെമി ഫൈനൽ ഇന്ന് നടക്കാൻ പോകുന്നു. അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. ആര് ജയിക്കും നിങ്ങൾ പറയൂ? ആരായിരിക്കും ജയിക്കുക? സത്യം പറഞ്ഞുണ്ടല്ലോ, ഒരു പ്രഡിക്ഷൻസിന് ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് സത്യം. ഒരു സെമി ഫൈനലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രഡിക്ഷൻസിനൊക്കെ എന്ത് സ്ഥാനം എന്നുള്ളതാണ്. അപ്പൊ പ്രഡിക്ഷൻസിന് സ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നലെ സ്പെയിൻ ജയിക്കേണ്ടതല്ല. എല്ലാവരും 100% എഴുതി ഒപ്പിട്ട് വെച്ചിരുന്നത് ഫ്രാൻസ് ജയിക്കും, ഫ്രാൻസ് ഈ വർഷം വേൾഡ് കപ്പ് അടിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ ഫ്രാൻസ് പുറത്തു പോയിരിക്കുന്നു. ഇതാണ് ഫുട്ബോൾ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതിനും ഒക്കെ അപ്പുറമാണ് ഫുട്ബോൾ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആര് ജയിക്കും എന്നുള്ളത് ഒരു രീതിയിലും പറയാൻ പറ്റില്ല. നമുക്ക് രണ്ട് സൈഡും ഇങ്ങനെ പറഞ്ഞു പോകാം എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ മെസ്സി ഓൾറെഡി പറഞ്ഞു, ഇംഗ്ലണ്ടുമായിട്ട് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല, ഇംഗ്ലണ്ടുമായിട്ട് കളിച്ച് ഒരു പരിചയമില്ല. എന്നാൽ നമുക്ക് നേരെ തിരിച്ചും പറയാം, അതായത് ഇംഗ്ലണ്ടിന് മെസ്സിയോട് കളിച്ചും പരിചയമില്ല. അപ്പോൾ അങ്ങനെ അടുത്തോട്ട് ചെന്ന് കയറിക്കോട് എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അപ്പോൾ രണ്ട് രീതിയിലും ഉള്ള സംഭവം. പിന്നെ കുറച്ച് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അർജന്റീനയുടെ കഴിഞ്ഞ നോക്കൌട്ട് മത്സരങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ അവസാന നിമിഷങ്ങളിൽ ജയിച്ചു കയറിയ അർജന്റീനയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വീക്ക് ഒപ്പോണൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ വീക്ക് ഒപ്പോണൻസ് ആയിരുന്നില്ല, അവർ സ്ട്രോങ് ഒപ്പോണൻസ് ആയിരുന്നു. പക്ഷെ അവരൊരു ബിഗസ്റ്റ് ഒപ്പോണൻസ്, അതായത് നമ്മുടെ ഇപ്പോൾ ഒരു ടോപ്പ് 10 റാങ്കിലുള്ള ടീമുകളൊന്നും തന്നെ ഒരു നോക്കൌട്ട് സ്റ്റേജുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലീഗ് സ്റ്റേജിലാണെങ്കിൽ പോലും അർജന്റീന നേരിട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതാണ്, അർജന്റീന ഇവരൊക്കെ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇവരൊക്കെ ആയിട്ട് ഇപ്പോൾ ഈജിപ്റ്റ് ആയിട്ടാണെങ്കിലും അതേപോലെ കബോ വെർദെ ആയിട്ടാണെങ്കിലും ഒക്കെ അർജന്റീന സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. സ്ട്രഗിൾ ചെയ്ത് അർജന്റീന അവസാന നിമിഷങ്ങളിൽ ഇവരുടെ എക്സ്പീരിയൻസിനെ യൂസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കളിക്കുന്ന ടീമിന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയെ ഉപയോഗിക്കുകയാണ്. അതായത് അവസാന 10 മിനിറ്റുകളിൽ അർജന്റീന ഗോൾ അടിച്ച് കയറി വരുന്ന ഒരു പരിപാടിയാണ്. അപ്പം ചെറിയ ടീമുകൾ അവസാന 10 മിനിറ്റിൽ അർജന്റീനയോട് പരാജയം ഏറ്റുവാങ്ങി തിരികെ പോകുന്ന സിറ്റുവേഷനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അർജന്റീനയോട് എങ്ങനെ ഡിഫൻസ് ചെയ്യണം, അല്ലെങ്കിൽ അർജന്റീന പോലെ ഒരു ടീമിന്റെ അടുത്ത് 2 ഗോൾ ലീഡിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെ ഡിഫൻസ് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നൊന്നും അറിയാത്തതിന്റെ കാരണത്താൽ തന്നെയാണ് ഈജിപ്തിനെ പോലെയുള്ള ടീമുകളൊക്കെ അർജന്റീനയോട് പരാജയം ഏറ്റുവാങ്ങിയത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല. അപ്പൊ അർജന്റീന ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്, ഇത് ഇംഗ്ലണ്ടാണ്, ഇതുവരെ കളിച്ച ഒപ്പോണൻസ് അല്ല. അപ്പൊ ഒരു ബിഗസ്റ്റ് ഒപ്പോണന്റിനോട് ആദ്യ മത്സരം അർജന്റീന ഈ വേൾഡ് കപ്പിൽ കളിക്കാൻ പോവുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നതൊക്കെ അങ്ങനെ ബിഗസ്റ്റ് ഒപ്പോണൻസ് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ടീമുകളാണ് കളിച്ചത്. പക്ഷെ ഇപ്പോഴാണ് ഒരു ബിഗ് ടീം അർജന്റീനയ്ക്കെതിരെ ഈ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടാൻ പോകുന്നു. സോ സെമി ഫൈനൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം വേൾഡ് റാങ്കിങ്ങിൽ 1, 2, 3, 4 സ്ഥാനക്കാരാണ് ഈ സെമി ഫൈനലുകളിൽ എത്തി നിൽക്കുന്നത്. സോ അതിൽ ഫ്രാൻസ് ഇപ്പോൾ പുറത്തായിരിക്കുന്നു. അപ്പോ ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒപ്പോണന്റ് അർജന്റീനയെ സംബന്ധിച്ചിട്ട് ചെറിയ ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിട്ട് ഈ ഒരു സംഗതി, അതായത് അവസാന നിമിഷം എല്ലാ പ്രാവശ്യത്തെയും പോലെ അടിച്ചു കയറാം അല്ലെങ്കിൽ സ്കോർ ചെയ്യാം എന്നൊന്നും കരുതണ്ട. കാരണം ടാക്ടിക്കലി ഫുട്ബോൾ കളിക്കുന്ന, ടാക്ടിക്കലി ഡിഫൻസ് ചെയ്യുന്ന, ടാക്ടിക്കലി മൂവ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് തോമസ് തുച്ചലിന്റെ ഇംഗ്ലണ്ട് എന്നുള്ളത്. അപ്പോൾ അർജന്റീനയ്ക്ക് ഒന്നും എളുപ്പമാവില്ല. അപ്പോൾ നമുക്ക് കണ്ടറിയണം, അതായത് ലാസ്റ്റ് വിസിൽ മുഴങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഈ ടീമാണ് ജയിച്ചത് എന്ന് പറയാൻ കഴിയൂ. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ രണ്ടാം സെമി ഫൈനലിൽ നടക്കാൻ പോകുന്നത്. ഒരു പ്രഡിക്ഷൻസിനും സ്ഥാനമില്ല എന്നുള്ളതാണ്. പിന്നെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അർജന്റീന ഏത് രീതിയിലുള്ള ഒരു ഒപ്പോണൻസ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് പ്രെഡിക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അർജന്റീന കുറച്ച് വീക്ക് തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ കുറെ മത്സരങ്ങൾ കണ്ടാണ്, അവർ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. പക്ഷെ ഇന്നലത്തെ സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് മത്സരം ഒന്ന് എടുത്തു നോക്കും. വീക്കായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരുന്ന സ്പെയിൻ ഇന്നലെ തട്ടിക്കേറിയപ്പോൾ മട്ട് മാറിയില്ലേ? അതേപോലെ അർജന്റീനയുടെയും തട്ടിക്കേറുമ്പോൾ മട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അത് അർജന്റീന അത് നേരിടാനുള്ള ആ ഒരു മെന്റാലിറ്റി ഇംഗ്ലണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കളിക്കുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻ ടീമുമായിട്ടാണ്. ലാറ്റിൻ അമേരിക്കൻ ടീം എന്ന് പറയുമ്പോൾ അറിയാലോ, കുറച്ചുകൂടി ഫിസിക്കലി ഫുട്ബോൾ കളിക്കുന്ന ടീമാണ്. അപ്പോൾ ഒരു ഫിസിക്കൽ ഗെയിമും ഒരു ടാക്ടിക്കൽ ഗെയിമും തമ്മിലുള്ളൊരു കോമ്പറ്റീഷൻ ആണിത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ മത്സരത്തിന്റെ അവസാനം എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. സോ നമുക്ക് കാത്തിരിക്കാം. സ്പെയിനെതിരെ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്ക് ജൂഡ് ബെല്ലിംഗ്ഹാമും ഇംഗ്ലണ്ടുമാണോ എത്താൻ പോകുന്നത്, അതോ ലയണൽ മെസ്സിയും അർജന്റീനയുമാണോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു.